ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിച്ചാൽ അയാൾ സ്വന്തം ആഗ്രഹങ്ങളും സുഖസൗകര്യങ്ങളും വെടിഞ്ഞ് ദിനംതോറും തൻ്റെ ക്രൂശ് വഹിച്ചുകൊണ്ട് എന്നോട് ചേർന്ന് ജീവിക്കണം എന്നരുളി ചെയ്ത നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. പത്രോസ് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിലെ ഒന്നാമത്തെ അധ്യായത്തിൽ നിന്നുള്ള നമ്മുടെ ആത്മീക വർധനവിനും ആശ്വാസത്തിനും പ്രബോധനത്തിനും ഉതകുന്ന ചിന്തകൾ നാം മനസ്സിലാക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. ചുരുക്കി പറയുകയാണെങ്കിൽ, സത്യകൃപയിൽ നിലനിൽക്കുന്നവരുടെ 5 ലക്ഷണങ്ങളാണ് നമ്മൾ കഴിഞ്ഞ നാളുകളിൽ ചിന്തിക്കാനായിട്ട് ശ്രമിച്ചത്. സത്യകൃപയിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ദൈവത്തിൻ്റെ ശക്തി പ്രാപിച്ചുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ മുന്നോട്ട് പോവുക. യൂദയുടെ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഈ ദൈവത്തിൻ്റെ കൃപയെ ദുഷ്കാമ വൃത്തിക്കായിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. അപ്പോൾ ആ രീതിയിൽ പാപം ചെയ്യാനുള്ള ഒരു ലൈസൻസായി ദൈവകൃപയെ ദുരുപയോഗം ചെയ്യുന്ന രീതിയിലുള്ള ഒരു കൂട്ടം ആളുകൾ 1-ാം നൂറ്റാണ്ടിൽ തന്നെ അങ്ങനെയുള്ള ആശയങ്ങൾ പ്രചരിച്ചു കൊണ്ടിരുന്നപ്പോൾ അപ്പോസ്തലനായ പത്രോസ് ദൈവകൃപയ്ക്ക് ഒരു വിശേഷണ പദം കൊടുത്തുകൊണ്ട് അനുവാചകരുടെ ശ്രദ്ധയെ ഉണർത്തിക്കുകയാണ്. നിങ്ങൾ നിൽക്കുന്നത് ഈ സത്യകൃപയിലാണ്. അപ്പോൾ നാം നിൽക്കുന്നത് ഈ സത്യകൃപയിലാണ് എങ്കിൽ ഈ പ്രത്യേകതകൾ നമ്മുടെ ജീവിതത്തിൽ കാണേണ്ടതാണ്. എന്തൊക്കെ പ്രത്യേകതകളാണ് എന്നുള്ളത് ഞാനൊന്ന് ഓടിച്ച് പറയാനായിട്ട് ശ്രമിക്കുന്നു, നമ്മുടെ ഓർമ്മ ഉണർത്തുവാനായിട്ട്. 1-2 വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സത്യകൃപയിൽ നിലനിൽക്കുന്നവർ അവർ അനുസരണമുള്ളവരാണ് എന്നുള്ള ചിന്തയാണ് ആ വാക്യങ്ങളിൽ നിന്ന് നാം ഓർത്തത്. രണ്ടാമത്തേതായ സത്യകൃപയിൽ നിലനിൽക്കുന്നവർ നന്ദിയുള്ളവരാണ് എന്നുള്ളതാണ് നാം ഓർത്തത്. മാത്രമല്ല, സത്യകൃപയിൽ നിലനിൽക്കുന്നവർ ആനന്ദിക്കുന്നവരാണ്. അതുപോലെ തന്നെ 10 മുതൽ തുടർന്നുള്ള 12 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് സത്യകൃപയിൽ നിലനിൽക്കുന്നവർ ഗ്രഹിക്കുന്നവരാണ്. ഒടുവിലായിട്ട് 13 മുതൽ 25 വരെ സത്യകൃപയിൽ നിലനിൽക്കുന്നവർ അവർ ശുദ്ധിയുള്ള ജീവിതം നയിക്കുന്നവരാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നത്. പ്രതിസന്ധികളും കഷ്ടതകളൊക്കെ നേരിടുന്ന ദൈവജനത്തെ ധൈര്യപ്പെടുത്താനായിട്ട്, ശക്തിപ്പെടുത്താനായിട്ട്, പ്രതികൂലങ്ങളുടെ നടുവിൽ നാം ജീവിക്കുമ്പോൾ, വിശ്വാസികൾ ജീവിക്കുമ്പോൾ, ആ ജീവനുള്ള പ്രത്യാശയെങ്കിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ പതിപ്പിക്കണം എന്നാണ് ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ അർത്ഥം. അങ്ങനെ നമ്മുടെ പ്രത്യാശ, ആ ജീവനുള്ള പ്രത്യാശയിൽ കണ്ണുറപ്പിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ ഈ വർത്തമാന കാലഘട്ടത്തിൽ പല നിലകളിലുള്ള പ്രയാസങ്ങൾ നമുക്കുണ്ടെങ്കിൽ തന്നെയും ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊണ്ട് നാം ജീവിക്കേണ്ടത് ആവശ്യമാണ്. ഭാവി കാലത്തെ നോക്കി നാം പുഞ്ചിരിയിടുമ്പോൾ തന്നെ ഈ വർത്തമാന കാലത്തിൽ നമ്മുടെ ഉത്തരവാദിത്വം നമ്മെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം ശുദ്ധിയുള്ള ജീവിതം അനുദിനം നാം ജീവിക്കേണ്ടതാണ് എന്നാണ് അപ്പോസ്തലൻ ഈ 1-ാം അധ്യായത്തിൽ പറഞ്ഞത്. അതിന് പ്രേരകമായിട്ട്, അതിന് അടിസ്ഥാനമായ കാരണം എന്ന് പറയുന്നത് വലിയ ഒരു പ്രയത്നം അതിന് പിറകിൽ കർത്താവ് കഴിച്ചു, വലിയൊരു മറുവില നൽകി നിങ്ങളെ വീണ്ടെടുത്തു എന്നുള്ള. അതുകൊണ്ട് വീണ്ടെടുത്തതുകൊണ്ട് ശുദ്ധിയുള്ള ജീവിതം ഈ വർത്തമാന കാലഘട്ടത്തിൽ തൻ്റെ ജനത്തെ കർത്താവിനുള്ളവരെ സ്നേഹിക്കുന്നതിലൂടെ കാണിക്കണം എന്ന് പറഞ്ഞാണ് ഈ 1-ാമത്തെ അധ്യായം അവസാനിപ്പിക്കുന്നത്. ആ നിലയിലും നമുക്ക് അതൊന്ന് ഓർത്തെടുക്കാനായിട്ട് സാധിക്കും. ഇന്ന് 2-ാമത്തെ അധ്യായത്തിലേക്കാണ് നാം കടക്കാനായിട്ട് പോകുന്നത്. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് പ്രാരംഭത്തിൽ വായിക്കാം. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ ഈ 3 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട ആശയം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സത്യം എന്ന് പറയുന്നത്, എല്ലാ സത്യങ്ങളും പ്രധാനപ്പെട്ടതാണ്, എന്നാൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ പ്രകാശിതമായി തീരുന്ന ഒരു പദപ്രയോഗമാണ് ചുവന്ന കളറിൽ നിങ്ങൾ കാണുന്നത്, രക്ഷയ്ക്കായി വളരുവാനെന്ന്. അപ്പോൾ അതിൽ നിന്ന് തന്നെ സത്യകൃപയിൽ നിലനിൽക്കുന്നവരുടെ മറ്റൊരു പ്രത്യേകത ആ ക്രിയാപദങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് മറ്റൊന്നുമല്ല, സത്യകൃപയിൽ നിലനിൽക്കുന്നവർ വളരുന്നവരാണ്.
അതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചില പാഠങ്ങളാണ് ഈ 3 വാക്യത്തിൽ നിന്ന് ഇന്ന് പങ്കിടണമെന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. അപ്പോൾ സത്യകൃപയിൽ നിലനിൽക്കുന്നവരുടെ മറ്റൊരു പ്രത്യേകതയാണ് അവർ വളരുന്നവരായിരിക്കും. അപ്പോൾ എന്താണ് വളർച്ച എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുരോഗതി ഉണ്ടാകുന്നതാണ്. ഒരു എഴുത്തുകാരൻ്റെ കോട്ടാണ് ഞാൻ കടമെടുത്തത്. വളർച്ച എന്നുള്ള പൊതുവെ നാം പറഞ്ഞാൽ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു ഡെവലപ്മെൻ്റ് ഉണ്ടാകുന്നതിനെയാണ് വളർച്ച എന്ന് പറയുന്നത്. അപ്പോൾ ആത്മീയ വളർച്ച എന്ന് പറഞ്ഞാലോ ഒരുപാട് നിർവചനങ്ങൾ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. എന്നാൽ കുറേ കൂടെ എന്നെ സന്തോഷിപ്പിച്ച ഒരു നിർവചനം എന്ന് പറയുന്നത് അകത്തെ മനുഷ്യനിലുള്ള വളർച്ചയാണ് ആത്മീയ വളർച്ച. അപ്പോൾ സത്യകൃപയിൽ നിലനിൽക്കുന്നവർ വളരുന്നവരാണ് എന്ന് പറയുമ്പോൾ ആത്മീകമായി വളരുന്നവരാണ്. എന്താണ് ആത്മീകമായി വളരുക എന്നുള്ളത് കൊണ്ട് തിരുവെഴുത്ത് അർത്ഥമാക്കുന്നത്? പല നിലകളിൽ നമുക്ക് അതിൻ്റെ വിവിധ തലങ്ങൾ തിരുവെഴുത്തുകളിൽ നിന്ന് പ്രത്യേകിച്ച് ലേഖനങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ വളരെ ലളിതമായി നമ്മുടെ ഓർമ്മയിൽ നിൽക്കാൻ എളുപ്പമുള്ള ഒരു നിർവചനമാണ് അകത്തെ മനുഷ്യനിലുള്ള വളർച്ചയാണ് ആത്മീക വളർച്ച. കുറെ കൂടെ മനസ്സിലാക്കാൻ അതിനെ കുറേ കൂടെ വിശദീകരിച്ച് ഇങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും, നമ്മുടെ സ്വഭാവത്തിലും കാഴ്ചപ്പാടിലും മനോഭാവത്തിലും അനുദിനം ജീവിതത്തിലുണ്ടാകുന്ന വളർച്ചയെയാണ് ആത്മീക വളർച്ച എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ സത്യകൃപയിൽ നിലനിൽക്കുന്നവർ നമ്മുടെ സ്വഭാവത്തിലും കാഴ്ചപ്പാടിലും മനോഭാവത്തിലുമൊക്കെ അനുദിന ജീവിതത്തിൽ വളരുന്നവരായിരിക്കും, പുരോഗതിയുള്ളവരായിരിക്കും. അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ടുകൊണ്ടുള്ളൊരു ജീവിതം നയിക്കുന്നവരായിരിക്കും എന്നുള്ള സത്യമാണ് അവിടെ നിന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ സത്യകൃപയിൽ നിലനിൽക്കുന്നവർ വളരുന്നവരാണ് എന്ന് പറയുമ്പോൾ ആത്മീകമായ വളർച്ചയെയാണ് അർത്ഥമാക്കുന്നത്. എന്താണ് ആത്മീക വളർച്ച എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ജിം ജോർജ് എന്ന് പറയുന്ന കർത്തൃദാസിൻ്റെ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യൻ എന്നൊരു പുസ്തകം ഞാൻ വായിക്കാനിടയായിട്ട് തീർന്നു. അതിൽ ഈ ആത്മീക വളർച്ചയുള്ള ജീവിതം നാം നയിക്കുമ്പോൾ നമ്മുടെ പ്രായോഗിക തലത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം അതിൽ കുറിച്ചിട്ടുണ്ട്. അത് പൊതുപ്രയോജനത്തിനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാനായിട്ട് ശ്രമിക്കുകയാണ്. അത് എനിക്കും ടേസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചു, നമ്മൾക്കെല്ലാവർക്കും അത് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നാമതായിട്ട് അദ്ദേഹം പറഞ്ഞത്, ഈ നമ്മളിങ്ങനെ ആത്മീകമായിട്ട് വളരുന്നുണ്ട്, സ്വഭാവത്തിലും കാഴ്ചപ്പാടിലും മനോഭാവത്തിലും, അല്ലെങ്കിൽ നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രായോഗിക ജീവിതത്തോടുള്ള ബന്ധത്തിലുള്ള 6 കുറിപ്പുകളാണ് താൻ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമതായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ദൈവത്തോട് വളരെ അടുത്ത ഒരു ബന്ധം നിങ്ങൾക്ക് ആസ്വദിക്കാനായിട്ട്, എൻജോയ് ചെയ്യാനായിട്ട് ഓരോ ദിവസവും സാധിക്കും. ആത്മീകമായിട്ട് നാം വളരുന്നുണ്ടെങ്കിൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ആ കൂട്ടായ്മയുടെ ഊഷ്മളത ആസ്വദിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തുക. സാധിക്കുന്നുണ്ടെങ്കിൽ നാം വളരുന്നുണ്ട് എന്നുള്ളതാണ്, സാധിക്കുന്നില്ലെങ്കിൽ നാം വളരുന്നില്ല എന്നുള്ളത് ഓർത്തിരിക്കേണ്ടതാണ്. മറ്റൊരു കാര്യം അദ്ദേഹം അതിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങളെ നിരീക്ഷിക്കുന്ന ലോകത്തിൻ്റെ മുമ്പാകെ ക്രിസ്തു തുല്യമായ ഒരു ജീവിതശൈലി നിങ്ങൾ വെളിപ്പെടുത്തും. നമുക്കറിയാം, നമ്മുടെ തൊഴിലിടങ്ങളിലൊക്കെ നാം ഒരു ദൈവ പൈതൽ എന്നുള്ള സാക്ഷ്യം പുലർത്തി ജീവിക്കുമ്പോൾ ഒരു പക്ഷേ നമ്മൾ നമ്മുടെ തനി നാടൻ ശൈലിയിൽ പറഞ്ഞാൽ തലയിൽ കയറി നിരങ്ങുക എന്നുള്ളതിന് സമാനമായ അനുഭവങ്ങളൊക്കെ നേരിടേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ നേരിടേണ്ടി വരുമ്പോൾ ക്രിസ്തു തുല്യമായ ഒരു ജീവിതശൈലി അവരുടെ മുമ്പാകെ വെളിപ്പെടുത്തി ജീവിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം നാം ആത്മീകമായി വളരുന്നുണ്ട് എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് അദ്ദേഹം ആ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, നമ്മുടെ കുടുംബത്തിനാവശ്യമായ ആത്മീക നേതൃത്വം നൽകുവാൻ നിങ്ങൾ പ്രാപ്തരായിത്തീരും. അപ്പോൾ കുടുംബത്തിൻ്റെ ആത്മീക വളർച്ചയ്ക്കായി നാം നേതൃത്വം നൽകുന്നുണ്ടെങ്കിൽ, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ആ കുടുംബത്തിൻ്റെ ആത്മീക വളർച്ചയ്ക്കായി നാം നേതൃത്വം കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അത് ആത്മീകമായി വളരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
നാലാമതായിട്ട് അദ്ദേഹം പറഞ്ഞത്, പരീക്ഷകളെ അതിജീവിക്കുവാൻ പര്യാപ്തമായ ശക്തി നിങ്ങൾ ഉൾക്കൊള്ളും. നമുക്കറിയാം, നമ്മുടെ ഓരോരുത്തരുടെയും പ്രായത്തിനനുസരിച്ച് പലതരത്തിലുള്ള പരീക്ഷകൾ, നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീക പേശികളുടെ ഫലത്തിനനുസരിച്ച് നമുക്ക് സഹിക്കാൻ കഴിയുന്നതിൻ്റെ അളവനുസരിച്ചാണ് നമ്മുടെ കർത്താവ് പരീക്ഷകൾ നമുക്ക് നൽകുന്നത്. അത് പ്രലോഭനങ്ങളാണെങ്കിൽ പിശാച് നമ്മെ ആ രീതിയിൽ അട്രാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിനൊക്കെ അതിജീവിക്കാനായിട്ടുള്ള ശക്തി ജീവിതത്തിലെ പ്രതിസന്ധികളിൽ, ഈ പരിശോധനകളിൽ, ഈ പ്രലോഭനങ്ങളുടെ മധ്യത്തിൽ എനിക്കും നിങ്ങൾക്കും അനുഭവിക്കാനായിട്ട് ആ ശക്തി, അതുകൊണ്ട് എനിക്ക് ആ പാപത്തെ ജയിക്കാൻ സാധിച്ചു, സ്തോത്രം. അങ്ങനെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നാം വളർച്ചയുടെ പാതയിലാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത്, മറ്റുള്ളവർക്ക് മാതൃകയാകാൻ കഴിയും വിധം ആത്മീക ശക്തിയും പക്വതയും നിങ്ങൾ പ്രാപിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആത്മീകമായി വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആറാമതായിട്ട്, ഒടുവിലായിട്ട് അദ്ദേഹം അത് നിർത്തുന്നത് ഇങ്ങനെയാണ്: മറ്റുള്ളവർക്ക് ശിഷ്യത്വത്തിൻ്റെ പാഠങ്ങൾ നിങ്ങളുടെ ജീവിതങ്ങളിലൂടെ, ശുശ്രൂഷകളിലൂടെ പകരുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളർച്ചയുടെ പാതയിലാണ് എന്ന്. ഞാൻ ഈ പുസ്തകം കുറച്ച് നാളുകൾക്ക് മുൻപ് വായിച്ചതാണ്, 2020 തോന്നുന്നു. എന്നാൽ ഈ ആത്മീക വളർച്ച എന്നുള്ള ഈ ഭാഗം വന്നപ്പോൾ, ആ വായിച്ചത് ഓർമ്മ വന്നപ്പോൾ ഞാനത് നോക്കി എഴുതുവാനായിട്ട് ഇടയായിട്ട് തീർന്നതാണ്. അപ്പോൾ ആത്മീകമായി വളർച്ച പ്രാപിക്കുന്നവർ അല്ലെങ്കിൽ വളരുന്നവരാണ് സത്യകൃപയിൽ നിലനിൽക്കുന്നവർ എന്നുള്ളതാണ് നാം പഠിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ ആത്മീക വളർച്ച എന്താണെന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ അകത്തെ മനുഷ്യനിലുള്ള വളർച്ചയാണ് ആത്മീക വളർച്ച. അങ്ങനെ വളരുന്നുണ്ടോ എന്ന് എങ്ങനെ അറിയാം? പ്രായോഗികമായി ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ച് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഈ 6 കൂട്ടം കാര്യങ്ങൾ ഒരു അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിലുള്ള ഒരു ചെറിയ ഒരു ക്രൈറ്റീരിയ മാത്രമാണ്. പക്ഷേ ഇതിൽ കൂടുതൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. എന്നാൽ ഇതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നാം തട്ടിച്ചു നോക്കുമ്പോൾ ഈ നിലവാരത്തിലെങ്കിലും നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നാം ആത്മീകമായിട്ട് വളരുന്നുണ്ട്. ഇല്ലെങ്കിൽ എവിടെയാണ് നമ്മുടെ വളർച്ചയ്ക്ക് ശോഷണം സംഭവിച്ചിരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് ദൈവകൃപയിൽ ശരണപ്പെട്ട് കർത്താവിൽ വളരുവാൻ എന്നെയും നിങ്ങളെയും ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കുമാറാകട്ടെ. സത്യകൃപയിൽ നിലനിൽക്കുന്നവർ വളരുന്നവരാണ്. നാം സാധാരണ ചിന്തിക്കുന്നത് പോലെ തന്നെ എങ്ങനെയാണ് അത് സാധിക്കുക? നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി അതിൻ്റെ നോട്ട്സ് ഉള്ളത് കൊണ്ട് നിങ്ങൾ വായിച്ച് കാണും. പക്ഷേ ഞാനത് ഒന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കും. ഒന്ന്, നീക്കിക്കളയുന്നതിലൂടെ. 1-ാം വാക്യത്തിൽ കാണുന്ന ഒരു ക്രിയാപദമാണ് നീക്കിക്കളഞ്ഞ് എന്നുള്ളത്. നാം അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്: ആകയാൽ സകല ദുഷ്ടതയും, എല്ലാ ചതിവും, വ്യാജഭാവവും, അസൂയയും, എല്ലാ നുണയും നീക്കിക്കളഞ്ഞ്. അപ്പോൾ നീക്കിക്കളയുന്നതിലൂടെ എന്ന് നമുക്ക് ഒരു തലക്കെട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. സത്യകൃപയിൽ നിലനിൽക്കുന്നവർ വളരുന്നവരാണ്. എങ്ങനെ അത് സാധിക്കും? നീക്കിക്കളയുന്നതിലൂടെ അത് സാധിക്കും എന്ന് തിരുവെഴുത്ത് വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. നീക്കിക്കളയുക അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാനായിട്ട് ഞാൻ ചില കമൻട്രികളൊക്കെ പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കിയത്, നാം വസ്ത്രം ഊരുന്നത് പോലെ ഈ സ്വഭാവങ്ങളെ നീക്കിക്കളയണം, ഉരിഞ്ഞു കളയണം എന്നുള്ള അർത്ഥമാണ് മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്നത് എന്നാണ് എനിക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് ഇടയായിട്ട് തീർന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ദുർഗുണങ്ങളെ നാം നീക്കിക്കളയേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നീക്കിക്കളയുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് ആ ക്രിയാപദം തന്നെ ആ കാര്യം ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നീക്കിക്കളയേണ്ടുന്ന ഉത്തരവാദിത്വം ഏൽപ്പിച്ച ഒരു രാജാവിനെ കുറിച്ച് നാം പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. നാം ഇവിടെ പ്രസംഗത്തിലൊക്കെ കേട്ടിട്ടുള്ളതാണ്. ഇത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നതുകൊണ്ട് അതൊന്ന് പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് വിചാരിക്കുകയാണ്. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം അതിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും വിളവെടുക്കുന്നവരെയും കാള, ആട്, ഒട്ടകം, കഴുത എന്നിവയെയും സംഹരിച്ചു.
ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 1-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 1-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള വാക്യം. വർത്തമാനം കൊണ്ടുവന്ന ബാല്യക്കാരനോട് ദാവീദ് ശൗലുമാരുടെ മകനായ യോനാഥാൻ പട്ടുപോയത് നീ എങ്ങനെ അറിഞ്ഞുവെന്ന് ചോദിച്ചതിന് വർത്തമാനം കൊണ്ടുവന്ന ബാല്യക്കാരൻ പറഞ്ഞത്, ഞാൻ എതിർച്ചയാ ഗിൽബോവ പർവ്വതത്തിലേക്ക് വന്നപ്പോൾ ശൗൽ തന്റെ കുന്തത്തിന്മേൽ ചാരി നിൽക്കുന്നതും തേയും കുതിരപ്പടയും അവനെ തുടർന്നടക്കുന്നതും കണ്ടു. അവൻ പുറകോട്ട് നോക്കി എന്നെ കണ്ടു വിളിച്ചു, അടിയനിത എന്ന് ഞാൻ ഉത്തരം പറഞ്ഞു. നീ ആരെന്ന് അവൻ എന്നോട് ചോദിച്ചതിന് ഞാനൊരു അമാലേക്കൻ ഉത്തരം പറഞ്ഞു. അവൻ എന്നോട്, നീ അടുത്തു വന്ന് എന്നെ കൊല്ലണം, എന്റെ ജീവൻ മുഴുവൻ എനിക്ക് കൊണ്ട് എനിക്ക് പരിഭ്രമം പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അടുത്തു ചെന്ന് അവനെ കൊന്നു. അവന്റെ വീഴ്ചയുടെ ശേഷം അവൻ ജീവിക്കുകയില്ല എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. അവന്റെ തലയിലെ കിരീടവും ഭുജത്തിന്റെ കടകവും ഞാൻ എടുത്ത് ഇവിടെ യജമാനന്റെ അടുക്കൽ കൊണ്ടുവന്നിരുന്നു. ഓക്കെ, ഈ വായിച്ച വേദഭാഗം നമുക്ക് സുപരിചിതമാണ്. ശൗലിനോട് നിർമൂലമാക്കി കളയുക, ഏകദേശം ഒരു സാദൃശ്യം നമുക്ക് എടുക്കാം. അപ്പോൾ നീക്കിക്കളയാനായിട്ട് പറഞ്ഞു, ദൈവം ഒരു കൽപ്പന കൊടുക്കുകയാണ്. എന്നാൽ ശൗൽ അത് ചെയ്തില്ല. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 15-ാം അധ്യായം നമുക്കറിവുള്ള ചരിത്രമാണ്. ശൗൽ അത് പൂർണ്ണമായിട്ടും നിർവഹിച്ചില്ല, പാതി അവൻ നിർവഹിച്ചു. തത്വത്തിൽ അത് നിർവഹിച്ചു, എന്നാൽ പൂർണ്ണമായി നിർവഹിക്കുന്നതിൽ അവൻ പരാജയപ്പെട്ടു. ശമൂവേലിൻ്റെ 2-ാം പുസ്തകത്തിൽ വായിച്ചത് അങ്ങനെയുള്ള ഒരു അമാലേക്യനാൽ കൊല്ലപ്പെടാനായിട്ട് തനിക്ക് ഇടയായിട്ട് തീർന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ നീക്കിക്കളഞ്ഞു എന്നുള്ള ആ പദം നമുക്കുള്ള ഉത്തരവാദിത്വമായ ദൈവാത്മാവിൻ്റെ പ്രബോധനം നമുക്ക് ലഭിക്കുമ്പോൾ ശൗലിൻ്റെ ജീവിതവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ അതിൻ്റെ ഗൗരവം നമുക്ക് നൽകുന്നു. അതുകൊണ്ടാണ് ആ ചരിത്ര സംഭവം നിങ്ങളുടെ ഓർമ്മയിൽ കൊണ്ടുവരുവാൻ ഞാൻ ശ്രമിച്ചത്. എന്താണ് അതിൻ്റെ ഗൗരവം നമ്മുടെ ഓർമ്മയിൽ കൊണ്ടുവരുന്നത്? ദൈവമേൽപ്പിച്ച ആ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ട് അവൻ ചെയ്യാത്തതിനാൽ അവൻ്റെ നാശത്തിന് തന്നെ അത് ഹേതുവായി തീർന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ നീക്കിക്കളയുക എന്നുള്ള ഉത്തരവാദിത്വം നാം അനുദിന ജീവിതത്തിൽ, നമുക്കറിയാം ഇത് വിശ്വാസികളോടാണ് പറഞ്ഞിരിക്കുന്നത്. വിശ്വാസികളിൽ തന്നെയുള്ള ഗുണങ്ങളാണ്, ദുർഗുണങ്ങളാണിത്. സകല ദുഷ്ടത, എല്ലാ ചതിവ്, വ്യാജഭാവം, അസൂയ, എല്ലാ നുണ. അപ്പം ഇത് അവിശ്വാസികളെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്, തൊട്ടുമുകളിൽ പറഞ്ഞിരിക്കുന്നത്. ആകയാൽ എന്നുള്ള പദം കൊണ്ടാണ് ഈ വാക്യം ആരംഭിക്കുന്നത്. അപ്പോൾ അതിന് മുകളിൽ പറഞ്ഞിരിക്കുന്നത് കെടാത്ത ബീജത്താൽ വീണ്ടും ജനിച്ച ദൈവജനത്തോടാണ്, ആ ജനത്തെക്കുറിച്ചാണ്. അങ്ങനെ ജനിച്ചവരിൽ ഈ പറഞ്ഞ ദുർഗുണങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഈ ദുർഗുണങ്ങൾ നീക്കിക്കളയുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം രാജകീയ പുരോഹിത വർഗമായ നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അത് നാം ചെയ്യുന്നില്ലെങ്കിൽ ശൗലിനെ പോലെ ഭാഗികമായി ചെയ്യുന്നു, എന്നാൽ പൂർണ്ണമായിട്ട് അതിനുള്ള പരിശ്രമം, അതിനുള്ളൊരു ആഗ്രഹം നമുക്കില്ലെങ്കിൽ ശൗലിന് സംഭവിച്ചതുപോലെയുള്ള അപകടം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഈ ഭാഗത്ത് നിന്ന് ഞാൻ ആദ്യമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ വാക്കിൻ്റെ അർത്ഥത്തിൽ നിന്ന് കിട്ടുന്ന ഒരു പാഠം ഞാനിപ്പോൾ പറയാൻ ശ്രമിക്കുകയായിരുന്നു. ഇനി ഓരോ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായിട്ട് പറയുന്നത് സകല ദുഷ്ടത എന്നുള്ളതാണ്. സകല ദുഷ്ടത, അതിനെക്കുറിച്ച് അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എല്ലാ തരത്തിലുള്ള തിന്മ ഇസ് ഈക്വൽ ടു സകല ദുഷ്ടത. അല്ലെങ്കിൽ വ്യക്തികൾക്കെതിരെ ദോഷം, നമ്മുടെ സഭാ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നാം പറഞ്ഞാൽ ദോഷം നിരൂപിക്കുക, ചില വ്യക്തികൾക്കെതിരെ ദോഷം നിരൂപിക്കുന്ന ഒരു ക്യാരക്ടർ, ഇതൊക്കെ ഈ ദുഷ്ടതയുമായിട്ട് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള മറ്റുള്ളവരെ ദോഷം നിരൂപിക്കുന്ന, അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള തിന്മകൾ നമ്മിൽ ഉണ്ടെങ്കിൽ ഈ വചനം നമ്മിൽ ക്രിയ ചെയ്യുന്നതിനെ, വേണ്ടത്ര രീതിയിൽ ക്രിയ ചെയ്യുന്നതിന് സാധിക്കാതെ നാം വളർച്ച മുരടിച്ചു പോകുന്നവരായി തീരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവാത്മാവ് പറയുകയാണ്, വസ്ത്രം ഉരിഞ്ഞു കളയുന്നത് പോലെ നാം സകല ദുഷ്ടതയെ നീക്കിക്കളയാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ ഒന്നാമത്തെ നീക്കിക്കളയേണ്ട കാര്യം സകല ദുഷ്ടത എന്നുള്ളതാണ്.
സകല ദുഷ്ടത എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നാം അവിടെ തന്നെ കാണുന്നുണ്ട്, ചതിവ് എന്നുള്ളതാണ്. എല്ലാ ചതിവും എന്നുള്ളതാണ്, എല്ലാ തരത്തിലും പെട്ട ചതിവ്. അതിൻ്റെ അർത്ഥം നാം ഡിക്ഷണറിയിൽ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വഞ്ചന, കൗശലം, ഉപായം എന്നുള്ളതാണ്. വഞ്ചന, കൗശലം, ഉപായം. മറ്റു രീതിയിൽ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനായിട്ട് അത് കുറച്ചുകൂടെ മനസ്സിലാക്കാനായിട്ട്, ചതി എന്നത് യഥാർത്ഥ ഉദ്ദേശ്യങ്ങളെ മറച്ചു വെച്ച് ആകർഷണീയമായ ഒരു പരിവേഷം അണിയുന്നതാണ്. പ്രത്യേകിച്ച് തിരുവഴുത്തിൽ സമ്പത്തിനോടുള്ള ബന്ധത്തിലുള്ള ഒരു പാപമായിട്ടാണ് അത് ചിത്രീകരിക്കുന്നത്. യോശുവയുടെ പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ എടുത്ത് വായിക്കേണ്ട നമുക്കറിയാം, ഹൃദയം ചതിക്കപ്പെട്ട അല്ലെങ്കിൽ ചതിവുള്ള ഹൃദയമുള്ള ഒരു വ്യക്തിയെ നാം കാണുന്നുണ്ട്. ആ വ്യക്തി മറ്റാരുമല്ല, ആഖാനാണ്. ആഖാൻ്റെ ഹൃദയം സമ്പത്തിനോടുള്ള ബന്ധത്തിൽ വഞ്ചിക്കപ്പെടാനിടയായിട്ട് തീർന്നു. അതിൻ്റെ ഫലമായിട്ട് നമുക്കറിയാം അത് അവൻ്റെയും അവൻ്റെ കുടുംബത്തിൻ്റെയും നാശത്തിന് കാരണമായിട്ട് തീർന്നു. അപ്പോൾ ഇത് ആ ശൗലിൻ്റെ ജീവിതവുമായിട്ട് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. ഈ സകല ദുഷ്ടതയും ഈ ചതിവും ദൈവമക്കളായ നമ്മിൽ നിന്ന് അനുദിനം നീക്കിക്കളയുന്നില്ലെങ്കിൽ സംഭവിക്കുന്നത് ശൗലിനെ പോലെയുള്ള പരാജയം, ആഖാനെ പോലെയുള്ള പരാജയം, പ്രത്യേകിച്ച് സാമ്പത്തിക വിഷയത്തോടുള്ള ബന്ധത്തിലൊക്കെ വന്ന് നമ്മുടെ വിശ്വാസ കപ്പൽ തകർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നീക്കിക്കളഞ്ഞ് ജീവിക്കുവാൻ, അല്ലെങ്കിൽ നാം മുൻപ് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചതുപോലെ വിശുദ്ധീകരണം അനുദിനം നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളത് ഓർപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. മൂന്നാമതായിട്ട് നീക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വ്യാജഭാവം എന്നുള്ളതാണ്. ഈ വ്യാജഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ കപടം, അഭിനയിക്കാനുള്ള കഴിവ്. നമുക്കറിയാം ഈ ലോകത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്നത്, ഇപ്പോൾ ഏറ്റവും വലിയ ഇഷ്യൂ ആയിട്ട് സൊസൈറ്റി, നമ്മുടെ സമൂഹത്തിൽ കാണുന്നതും അത് തന്നെയാണല്ലോ, അവരെ സംബന്ധിച്ചിട്ടുള്ളതാണല്ലോ. ഏറ്റവും നന്നായിട്ട് അഭിനയിക്കാൻ കഴിയുന്നവരാണ് ഈ സമൂഹത്തിൽ കൂടുതൽ ആദരിക്കപ്പെടുന്നത്. സ്കൂളുകളിലൊക്കെ നമ്മുടെ കുട്ടികളെ തന്നെ നോക്കിയാൽ നമ്മേക്കാളൊക്കെ കൂടുതൽ അങ്ങനെയുള്ള ആളുകളെ ഇഷ്ടപ്പെടുന്ന, അവർക്ക് വേണ്ടി അവരുടെ സമയം വളരെ താല്പര്യത്തോടു കൂടെ മാറ്റിവെക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ സാധിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അപ്പോൾ നന്നായി അഭിനയിക്കാൻ കഴിവുള്ളവരാണ് ഈ സമൂഹത്തിൽ ആദരിക്കപ്പെടുന്നത്. അപ്പോൾ ഈ വ്യാജഭാവം ആത്മീക തലത്തിലുമുണ്ട്. നന്നായി അഭിനയിക്കാൻ കഴിയുന്നവരായി വിശ്വാസികൾ മാറാൻ സാധ്യതയുണ്ട്. കാപട്യം നമ്മിൽ നമ്മുടെ കൂട്ടായ്മകളിൽ കടന്നുകൂടിയിട്ടുണ്ട്. അങ്ങനെയുള്ളത് നമ്മിൽ വരാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് നീക്കിക്കളയണം. ഇല്ലെങ്കിൽ കൂട്ടായ്മയുടെ ആസ്വാദ്യത എടുത്തു കളയപ്പെടും എന്നുള്ളത് ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ഇതിനുള്ള ബന്ധത്തിലൊരു ഭയനിർദ്ദേശം എന്ന് പറയുന്നത് റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. റോമാലേഖനം 12-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ, തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളും. സ്നേഹം നിർവ്യാജം ആയിരിക്കട്ടെ. സ്നേഹം എന്നുള്ളത് ഏറ്റവും നല്ല ഗുണമാണ്. എന്നാൽ ആ നല്ല ഗുണത്തിൽ പോലും കപടത വരാനായിട്ട്, വ്യാജം വരാനായിട്ട് സാധ്യതയുള്ളത് കൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, സ്നേഹം നിർവ്യാജം ആയിരിക്കട്ടെ. മാത്രമല്ല റോമലേഖനം 12:3 നാം വായിക്കുന്നുണ്ട്, ഭാവിക്കേണ്ടതിനു മീതെ ഭാവിച്ചുയരാതെ, നാം ഉള്ള അവസ്ഥയിൽ കവിഞ്ഞ് നാം എന്തോ ആണെന്നുള്ളത് ധരിപ്പിക്കാനുള്ള ശ്രമം എന്നിലും നിങ്ങളിലുമൊക്കെ കൂടുതലായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരുന്ന ഒരു അവസ്ഥ, ഇതിനെയാണ് വ്യാജഭാവം എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ആദ്യ പാപവും. നമുക്കറിയാം പിശാച് ലൂസിഫർ അത് വീഴാൻ കാരണം അവൻ്റെ ഉള്ളിലുള്ള ഈ വ്യാജഭാവത്തിൽ നിന്നുയരുന്ന നിഗളമായിരുന്നു എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഇതിന് മറുവശമുണ്ട്. ഫിലിപ്പിയർ 2:5 നമുക്ക് വായിക്കാം. നമ്മുടെ കർത്താവ് സകലത്തിനും മാതൃക എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ ഒരു മാതൃക ഇത്തരണത്തിൽ നാം പാലിക്കാനായിട്ട് ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. ഫിലിപ്പിയർ 2:5. ക്രിസ്തുയേശുവിനോടൊപ്പം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ.
അപ്പോൾ വ്യാജഭാവമല്ല കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ക്രിസ്തുയേശുവിലുള്ള ഭാവമായിരിക്കണം എന്നിലും നിങ്ങളിലും അനുദിനം വിളങ്ങി കാണേണ്ടത് എന്നുള്ളത് ഇവിടെ നിന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് അസൂയ എന്നുള്ളതാണ്. അസൂയ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മറ്റൊരാളുടെ നന്മയിലും വിജയത്തിലും അനുഭവപ്പെടുന്ന ഒരുതരം മാനസിക വ്യഥയാണ്. മാനസിക വ്യഥ മറ്റു അർത്ഥങ്ങൾ നിർവചനങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ നമ്മുടേതായ കോണ്ടെക്സ്റ്റിൽ ഇത് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. മറ്റുള്ളവർക്ക് ഒരു നന്മ വരുമ്പോൾ അതിൽ ദുഃഖിക്കുകയും തിന്മ വരുമ്പോൾ അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു തരത്തിലുള്ള അവസ്ഥ, ഇതിനെ നമുക്ക് അസൂയ എന്ന് പറയാം. സദൃശവാക്യങ്ങളിലൊക്കെ പറയുന്നുണ്ട്, നമുക്ക് അതൊന്ന് വായിക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മിലൊക്കെ അതിൻ്റെ ഡിഗ്രിയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിൽ തന്നെയും ഇതൊക്കെ നമ്മിലുണ്ട്. പക്ഷെ തിരുവെഴുത്ത് പറയുന്ന ഭയനിർദ്ദേശം നാം ശ്രദ്ധിക്കേണ്ടതും അതിനെ ജയിക്കേണ്ടതും ആവശ്യമാണ്. സദൃശവാക്യങ്ങൾ 14:30. അപ്പോൾ ഈ അസൂയ എന്ന് പറയുന്നത് ദ്രവിപ്പിക്കുന്നതാണ്. എന്ന് വെച്ചാൽ നാശഹേതുവാണ് എന്ന് നമുക്ക് ചിന്തിക്കാം. നമ്മെ നശിപ്പിക്കുന്നതാണ് ഈ അസൂയ. ഇതിൻ്റെയൊക്കെ നമ്മുടെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഒരു പക്ഷേ ഇതിൻ്റെ അളവ് വളരെ വലുതായിരിക്കാം. എന്നാൽ ഇതിൻ്റെ അപകടം തിരിച്ചറിഞ്ഞ് ദൈവാത്മാവ് അത് നമ്മെ ബോധ്യപ്പെടുത്തുമ്പോൾ അതിൽ നിന്ന് ജയിക്കാനായിട്ട് നമുക്ക് ജയിക്കാനായിട്ട് സാധിക്കേണ്ടതാണ്. അത് ജയിക്കാൻ സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിൻ്റെ അളവ് ഒരു പക്ഷേ നാം രക്ഷിക്കപ്പെട്ടു, നാം സഭാജീവിതത്തിലൊക്കെ വരുമ്പോൾ അതൊരു 100 ഡിഗ്രി ആയിരുന്നെങ്കിൽ അനുദിന ജീവിതത്തിൽ കർത്താവുമായി ചേർന്ന് നടക്കുമ്പോൾ അത് കുറഞ്ഞ് ഒരു 10 ഡിഗ്രി, 15 ഡിഗ്രി അല്ലെങ്കിൽ 5 ഡിഗ്രി ആ ലെവലിലേക്ക് വരാനായിട്ട്, ആ രീതിയിൽ വിശുദ്ധിയെ തികച്ച് ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കും എന്ന് തിരുവെഴുത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഇതും വലിയ അപകടം വരുത്തി വയ്ക്കുന്ന ഒരു കാര്യമാണ്. ശമൂവേലിൻ്റെ പുസ്തകം തന്നെ വീണ്ടും 18-ാം അധ്യായത്തിൻ്റെ 8ഉം 9ഉം വാക്യങ്ങൾ നമുക്കറിവുള്ള കാര്യം തന്നെയാണ്. ശൗലിനോടുള്ള ബന്ധത്തിൽ വന്ന ഒരു കാര്യമാണ്. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 8ഉം 9ഉം വാക്യങ്ങൾ. അപ്പോൾ ശൗൽ ഏറ്റവും കോപിച്ചു, ഈ വാക്ക് ഇഷ്ടമായി. അവർ ദാവീദിന് 10,000 കൊടുത്തു, എനിക്ക് 1000 മാത്രമേ തന്നുള്ളൂ. ഇനി ആ യുദ്ധമല്ലാതെ അവനെ കിട്ടുവാൻ എനിക്ക് എന്തുള്ളൂ എന്ന് അവൻ പറഞ്ഞു. അന്ന് മുതൽ ശൗലിന് ദാവീദിനോട് കണ്ണുകടി തുടങ്ങി. കണ്ണുകടി ഈസ് ഈക്വൽ ടു അസൂയ. അപ്പോൾ തന്നേക്കാൾ അധികം ദാവീദ് ആദരിക്കപ്പെടുന്നു. ഇത് ശൗലിനെ അസ്വസ്ഥമാക്കി. അതാണ് അസൂയ എന്ന് പറയുന്നത്. അത് ഈ അർത്ഥം മനസ്സിലായില്ലെങ്കിൽ ഈ ആശയം ദാവീദിൻ്റെയും ശൗലിൻ്റെയും ആ ചരിത്രം തന്നെ ഈ അസൂയ എന്നുള്ളത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരും. ഇത് പറഞ്ഞില്ലെങ്കിലും നമുക്ക് തന്നെ വളരെ വ്യക്തമായിട്ട് അറിവുള്ള ഒരു കാര്യമാണ്. തന്നേക്കാൾ അധികം മറ്റുള്ളവർ ആദരിക്കപ്പെടും. നമ്മുടെ സഭാജീവിതത്തിൽ അതൊക്കെ വളരെയധികം നേരിടുന്ന ഒരു കാര്യമാണ്. തന്നേക്കാൾ അധികം മറ്റുള്ളവർ ആദരിക്കപ്പെടുന്നു എന്നുള്ളത് വരുമ്പോൾ നമ്മിലൊക്കെ അസ്വസ്ഥത വരാൻ സാധ്യതയുണ്ട്. അത് ശൗലിനെ നാശത്തിന് കാരണമായിട്ട് തീർന്നു. അസ്ഥികൾക്ക് ദ്രവത്വമുണ്ടാക്കുന്ന അപകടമാണിതെന്ന് തിരിച്ചറിഞ്ഞ് ഒരു പക്ഷേ ഇപ്പോൾ നമ്മൾ 100 ഡിഗ്രിയിൽ നിൽക്കുന്നുവെങ്കിൽ അനുദിന ജീവിതത്തിൽ ദൈവാത്മാവിനാൽ ശരണപ്പെട്ടുകൊണ്ട് അതിൽ നിന്ന് വിജയം പ്രാപിക്കാനായിട്ട് ഇടയായിട്ട് തീരേണ്ടത് അത് സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അടുത്തതായിട്ട് എല്ലാ നുണയും എന്നുള്ളതാണ്. ഇതും വിശ്വാസികളെ കുറിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മിൽ കടന്നു വരാനായിട്ട് സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു തലം ഒരാളുടെ നല്ല പേര് പൊട്ടിക്കുക അല്ലെങ്കിൽ സൽപ്പേരിനെ തകർക്കുന്ന രീതിയിൽ സംസാരിക്കുക എന്നുള്ളതാണ്. അടിസ്ഥാനപരമായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം എടുത്തു വായിക്കേണ്ട 8-ാം അധ്യായത്തിൻ്റെ 44-ാം വാക്യത്തിൽ പിശാചിൻ്റെ പ്രകൃതമായിട്ടാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. നുണ എന്ന് പറയുന്നത്, ബോഷ്ക് എന്ന് പറയുന്നത് പിശാചിൻ്റെ പ്രകൃതമാണ്. അപ്പോൾ പിശാചിൻ്റെ ഈ പ്രകൃതം ദൈവമക്കളിൽ ഉണ്ടാകുന്നത് ഭൂഷണമല്ല എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് മനഃപൂർവമായി നാം വസ്ത്രം ഉരിഞ്ഞു കളയുന്നത് പോലെ ഈ സ്വഭാവങ്ങളെ, ഈ ദുർഗുണങ്ങളെ നീക്കം ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഞാൻ 1-ാമത്തെ കുറിപ്പ് വിടുകയാണ്. നാം ചിന്തിച്ചത് നീക്കിക്കളയുന്നതിലൂടെ വളർച്ച സാധിക്കുന്നു എന്നുള്ളതാണ്. നീക്കിക്കളയേണ്ട കാര്യങ്ങൾ ചില ദുർഗുണങ്ങളാണ്. 5 ദുർഗുണങ്ങൾ ഇവിടെ നാം 1-ാം വാക്യത്തിൽ കാണുന്നു. അതാണ് നാം നീക്കിക്കളയേണ്ടത്. നീക്കിക്കളയേണ്ടതിൻ്റെ ഗൗരവം ശൗലിൻ്റെ ചരിത്രം നമ്മെ ഓർപ്പിക്കുന്നു, ആഗാൻ്റെ ചരിത്രം നമ്മെ ഓർപ്പിക്കുന്നു. അടുത്തതായിട്ട്
നാം ചിന്തിക്കാനായിട്ട് പോകുന്നത് രണ്ടാമത്തെ വാക്യത്തിലാണ്. രണ്ടാമത്തെ വാക്യത്തിലെ അവസാന പദം അതൊരു ക്രിയാപദമാണ്. നാം അതിങ്ങനെ വായിക്കുന്നു: ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിക്കുവിൻ. അപ്പോൾ വാഞ്ചിക്കുന്നതിലൂടെ, അതിയായി ആഗ്രഹിക്കുന്നതിലൂടെ നമുക്ക് വളരാനായിട്ട് സാധിക്കും എന്നുള്ളത്. എന്താണ് വാഞ്ചിക്കേണ്ടത് എന്നുള്ളതും ആ വാക്യത്തിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാനാണ് വാഞ്ചിക്കേണ്ടത്. 5 കുറിപ്പുകൾ വേഗത്തിൽ ഒന്ന് പറഞ്ഞു പോകാം. ഇതിനോടുള്ള ബന്ധം നമുക്ക് വളരെ അറിവുള്ളതും കൂടെ നാം കേൾക്കുന്നതുമായ കാര്യമാണല്ലോ. അപ്പോൾ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ ഓരോ ദിവസവും നാം ശ്രമിക്കേണ്ടതാണ്. അപ്പോൾ ഒന്നാമത്തെ സത്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ വാഞ്ചിക്കണം എന്ന് പറയുന്നത്? അടിസ്ഥാനപരമായ കാര്യമായതിനാലാണ്. അടിസ്ഥാനപരമായ കാര്യം. ഈ രണ്ടാം വാക്യം തുടങ്ങുന്നത് ആകയാൽ എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ആകയാൽ എന്ന് പറയുമ്പോൾ അതിന് തൊട്ട് മുകളിൽ പറയുന്ന കാര്യങ്ങളുമായിട്ട് അതിന് ബന്ധമുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. മാത്രമല്ല, ഈ അടിസ്ഥാനപരമായി എന്ന് പറയാനായിട്ട് മറ്റൊരു കാരണം എന്ന് പറയുന്നത്, ചില വാക്യങ്ങൾ വായിക്കേണ്ട, ഞാനൊന്ന് നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്കിത് കിട്ടിയിരിക്കുമല്ലോ. തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 4:13 വചനം വായിക്കുക എന്നുള്ളതിൻ്റെ പ്രാധാന്യം പറയുന്നുണ്ട്. തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 4:11 വചനം ഉപദേശിക്കുക എന്നുള്ള പ്രമാണം നാം കാണുന്നുണ്ട്. തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 4:2 വചനം പ്രസംഗിക്കുക എന്ന് നാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തികൾ 17:11 വചനം പരിശോധിക്കുക എന്ന് നാം കാണുന്നുണ്ട്. അതുപോലെ യോശുവയുടെ പുസ്തകം നാം ഓൾറെഡി പഠിച്ചതാണ്. വചനം ധ്യാനിക്കേണ്ടതിൻ്റെ പ്രബോധനം നാം അവിടെ കാണുന്നു. സങ്കീർത്തനം 19:11 വചനം സംഗ്രഹിക്കേണ്ടതിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കുന്നു. ഇത് കൂടാതെ മറ്റു പല പ്രബോധനങ്ങളുണ്ട്. എന്നാൽ ഞാനിത് ഒരു ആശയം, ഈ അടിസ്ഥാനപരമായതിനാൽ എന്നുള്ളതിനെ സമർത്ഥിക്കാനായിട്ട് കൊണ്ടുവന്ന ചില വാക്യങ്ങളാണിത്. അപ്പോൾ വചനം വായിക്കണം, ഉപദേശിക്കണം, അതുപോലെ പ്രസംഗിക്കണം, പരിശോധിക്കണം, ധ്യാനിക്കണം, സംഗ്രഹിക്കണം. ഇങ്ങനെ ഒരുപാട് പ്രബോധനങ്ങൾ വചനത്തോടുള്ള ബന്ധത്തിൽ തിരുവെഴുത്ത് പറയുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ വായിക്കണമെങ്കിൽ എന്താവശ്യമാണ്? വാഞ്ച, അല്ലെങ്കിൽ അതിയായ ആഗ്രഹം, ഒരു ഏണസ്റ്റ് ഡിസയർ തന്നെ അതിനാവശ്യമാണ്. ഉപദേശിക്കണമെന്നുള്ള പ്രബോധനമുണ്ട്. അതിനടിസ്ഥാനപരമായിട്ട് ഈ ഒരു ഡിസയർ ഉണ്ടാകേണ്ട ആവശ്യം, അല്ലെങ്കിൽ ആഗ്രഹം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. പ്രസംഗിക്കണമെന്നുണ്ടെങ്കിൽ തന്നെയും ഈ വചനം പ്രസംഗിക്കാൻ അതിനൊരു ആഗ്രഹമാണ്. അതുകൊണ്ടാണ് അടിസ്ഥാനപരമായ കാര്യമാണ് എന്നുള്ളത് ഞാൻ പറയാനായിട്ട് ഇടയായിട്ട് തീരുന്നത്. അപ്പോൾ ഇതിന് അടിസ്ഥാനപരമായൊരു കാര്യമാണ് ആഗ്രഹം എന്നുള്ളത്. ആ നീർത്തോടുകളിലേക്ക് ചെല്ലാനായിട്ട് കാംക്ഷിക്കുന്നത് പോലെയുള്ള ഒരു ആഗ്രഹം, അതാണ് അടിസ്ഥാനപരമായിട്ട്. അപ്പോൾ വളരാനായിട്ട് വാഞ്ചിക്കണം. എന്തിനാ വാഞ്ചിക്കേണ്ടത്? വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കാൻ വാഞ്ചിക്കണം. കാരണം അതാണ് അതിൻ്റെ അടിസ്ഥാനം. ആ വാഞ്ച, ആ ആഗ്രഹം നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അതാണ് അതിൻ്റെ അടിസ്ഥാനം. എങ്കിൽ മാത്രമേ വചനം വായിക്കാനും ഉപദേശിക്കാനും പ്രസംഗിക്കാനും അത് പരിശോധിക്കാനും ധ്യാനിക്കാനും അത് സംഗ്രഹിച്ചുകൊണ്ട് പാപത്തെ ജയിക്കാനൊക്കെ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ള സത്യം നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട്, വാഞ്ചിക്കുന്നതിലൂടെ എന്ന് പറയുമ്പോൾ വീണ്ടും ജനിച്ചതിനാൽ എന്നുള്ള സത്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആകയാൽ എന്നുള്ള പദം അവിടെ നാം 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. ആകയാൽ എന്ന് പറയുമ്പോൾ തൊട്ടുമുകളിൽ എഴുതിയിരിക്കുന്നത്, കെടാത്ത ബീജത്താൽ ദൈവം, ആ ദൈവവചനത്താൽ, കെടാത്ത ബീജമായ ദൈവവചനത്താൽ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ നാം വീണ്ടും ജനിച്ചിരിക്കുകയാണ്. അങ്ങനെ വീണ്ടും ജനിച്ചവരായതുകൊണ്ട് ഈ വചനമെന്ന, ജനിച്ചവർക്കറിയാം, നമുക്കറിയാം. ഇപ്പോൾ ഞങ്ങളുടെ ഭവനത്തിൽ അത് ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടറിയാം. ജനിച്ച ഒരു പൈതലിനെ വളരുവാനായിട്ട് പാൽ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ആകയാൽ എന്നുള്ള ആ പദം തൊട്ടുമുകളിലുള്ള വീണ്ടും ജനനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ഈ വാഞ്ച
നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ് എന്നുള്ളത്. മൂന്നാമതായിട്ട് വാഞ്ചിക്കുന്നതിനാൽ എന്ന് പറയുമ്പോൾ അത് ശുദ്ധമാണ്. ഈ വചനം എന്ന മായമില്ലാത്ത പാൽ അത് ശുദ്ധമാണ്, കലർപ്പില്ല. നമ്മുടെ മായമില്ലാത്ത എന്നുള്ള പദം നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മായമില്ലാത്ത പദം നമുക്കറിയാം. നാം ഈ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ കാണുന്നുണ്ട്, ചില വളരെ പേരുകേട്ട കമ്പനികൾ തന്നെ അവരുടെ പ്രൊഡക്റ്റൊക്കെ പിൻവലിക്കുന്നതായിട്ട്. ഒരു കാലഘട്ടത്തിൽ വളരെ സജീവമായിട്ട് വിറ്റഴിക്കപ്പെട്ടതാണെങ്കിലും ഈ ഒരു അറിയിപ്പ് വരികയാണ്, അതെല്ലാം പിൻവലിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ലോകത്തിൽ ഏറ്റവും വലിയ കമ്പനികൾ പോലും അവർ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിൽ മാലിന്യമുണ്ട്. എന്നാൽ നമുക്ക് നൽകിയിരിക്കുന്ന ഈ തിരുവെഴുത്തുകൾ, ഈ വിശുദ്ധ രേഖ, ഈ സത്യഗ്രന്ഥത്തിൽ അതിൽ കലർപ്പില്ല, മായമില്ല എന്നുള്ളത്. അതുകൊണ്ട് അത് ഭക്ഷിക്കുന്ന നമുക്കും അതിൻ്റേതായിട്ടുള്ള മായമില്ലാത്ത അവസ്ഥ, ശുദ്ധമായ അവസ്ഥ ലഭിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്നുള്ളത് നമുക്ക് ഓർത്തിരിക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല, വചനം എന്ന മായമില്ലാത്ത പാൽ വചനം എന്നുള്ളത് നമുക്കറിയാം കേവലം ഒരു വാക്കല്ല, അത് നമ്മുടെ കർത്താവിനെ തന്നെ കുറിക്കുന്നതാണ്. എന്ന് വെച്ചാൽ അത് ആത്മീയമായ കാര്യത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആത്മീയമായ കാര്യങ്ങൾക്കുള്ള ഒരു വാഞ്ച അത് വളർച്ചയിലേക്ക് നമ്മെ നയിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം ദൈവവുമായിട്ട് ബന്ധപ്പെടാനായിട്ട് നമ്മെ സഹായിക്കുന്നത് ഈ ലോകത്തിൽ ഈ തിരുവെഴുത്തുകളാണ്. ഈ തിരുവെഴുത്തുകൾ വീണ്ടും ജനനം പ്രാപിച്ച ഒരു ദൈവ പൈതൽ അനുദിന ജീവിതത്തിൽ ഈ നീക്കിക്കളയേണ്ടത് നീക്കിക്കളഞ്ഞ് തിരുവെഴുത്തുകളുടെ മുമ്പാകെ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ്, അവനിൽ അധിവസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ തിരുവെഴുത്തുകളിലൂടെ പ്രകാശനം നമുക്ക് നൽകും. അതിലൂടെ നമ്മോട് ഇടപെടും, അതിലൂടെ നമ്മോട് സംസാരിക്കും. അങ്ങനെ ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിൽ ആദാമും ഹവ്വയും ഏദൻ തോട്ടത്തിൽ എങ്ങനെ അത് എൻജോയ് ചെയ്തുവോ, ഒരു പക്ഷേ പാപം ഉള്ള ഈ ശരീരത്തിൽ ജീവിക്കുമ്പോൾ അതുപോലെ നമുക്ക് സാധിക്കില്ല എങ്കിൽ തന്നെയും നമുക്ക് ദൈവവുമായിട്ട് എൻജോയ് ചെയ്യാൻ, ബന്ധപ്പെടാൻ, ആ കൂട്ടായ്മയുടെ ആ ഊഷ്മളത ആസ്വദിക്കാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കും. അതിന് പ്രായവ്യത്യാസമില്ല, അതിന് ധനവ്യത്യാസമില്ല, സമ്പത്ത് വ്യത്യാസമില്ല, വിദ്യാഭ്യാസ വ്യത്യാസമില്ല. ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നീക്കിക്കളയേണ്ടത് നീക്കിക്കളഞ്ഞ് വീണ്ടും ജനിച്ചവരായിരിക്കണം. അനുദിനം നീക്കിക്കളയേണ്ടത് നീക്കിക്കളഞ്ഞ് ദൈവമുമ്പാകിരിക്കാനായിട്ടൊരു വാഞ്ച നമുക്കുണ്ടെങ്കിൽ ഈ ആത്മീകമായ കാര്യങ്ങൾ തിരുവെഴുത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പ്രബോധിപ്പിക്കും. ദൈവവിഷയമായി അങ്ങനെ സമ്പന്നരായി ജീവിക്കാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കും എന്നുള്ളത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുകയാണ്. മാത്രമല്ല, ഒടുവിലായിട്ട് ഇത് അത്യാവശ്യമാണ്. ഇപ്പം നാം അവിടെ വായിക്കുന്ന വിശേഷണം, രക്ഷയ്ക്കായി വളരെ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിക്കുവിൻ എന്ന് പറയും. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ ഇത് ഞങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. പാലില്ലാതെ ആ കുട്ടിക്ക് അത് വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ പാൽ കുടിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി ശാന്തനായിത്തീരുന്നത് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ സംബന്ധിച്ച് പാലെന്ന് പറയുന്നത് അത്യാവശ്യമാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും ജനനം പ്രാപിച്ച എനിക്കും നിങ്ങൾക്കും എത്ര അധികം ഇത് അത്യാവശ്യമാണ് എന്നുള്ള സത്യം ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ നിന്ന് നമ്മോട് ഓർപ്പിക്കുകയാണ്. ഈ വചനം ഇത്ര അത്യാവശ്യമുള്ളതാണ് നമുക്ക് എങ്കിൽ അതിനോടുള്ളൊരു വാഞ്ച എത്രമാത്രം നമുക്കുണ്ട്. നമ്മുടെ ഒരു ദേവദാസൻ പറഞ്ഞിരിക്കുന്നത്, നാം എത്രമാത്രം ആഗ്രഹിക്കുന്നുവോ അത്രമാത്രമേ നമ്മൾ ആത്മീകരായിരിക്കുകയുള്ളൂ. A.W. ടോസർ എന്ന് പറയുന്ന കർത്തദാസനാണ്. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള, പരിശുദ്ധനെക്കുറിച്ചുള്ള പരിജ്ഞാനം എന്നുള്ള ഗ്രന്ഥത്തിൽ നമുക്കത് വായിക്കാനായിട്ട് സാധിക്കും. എത്രമാത്രം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, വാഞ്ചിക്കുന്നുണ്ട്, അതിനളവിലുള്ള ആത്മീകതയെ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. ഇത് അത്യാവശ്യമാണെന്ന് നമുക്ക് തിരിച്ചറിയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആ രീതിയിൽ വളർച്ച, പുഷ്ടി, വിശ്വാസത്തിൽ ആരോഗ്യം നമുക്ക് ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. തോംസൺ ബി തോമസ് എന്ന് പറയുന്ന കർത്തൃദാസൻ
ക്രിസ്തീയ ജീവിതത്തിലെ വളർച്ച എന്നുള്ള ഒരു തൻ്റെ ഗ്രന്ഥത്തിൽ ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 2 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വേഗത്തിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ്. ആ നല്ല കോട്ടായിട്ട് എനിക്കത് തോന്നി, അതുകൊണ്ടാണ് അത് ഞാൻ എഴുതാനിടയായിട്ട് തീർന്നത്. ദൈവവചനം പഠിക്കുന്നതിനുള്ള എൻ്റെ ആഗ്രഹത്തെ നശിപ്പിക്കുന്ന എന്തെങ്കിലും എൻ്റെ ജീവിതത്തിലുണ്ടോ? ഓരോ ദിവസവും നാം ഇത് പരിശോധിക്കുന്നത് നല്ലതാണ്. അദ്ദേഹത്തിൻ്റെ കോട്ട് കടമെടുത്തിട്ടുള്ളതാണ്. ദൈവവചനം പഠിക്കുന്നതിനുള്ള എൻ്റെ ആഗ്രഹത്തെ നശിപ്പിക്കുന്ന എന്തെങ്കിലും എൻ്റെ ജീവിതത്തിലുണ്ടോ? മാത്രമല്ല, ദൈവവചനവുമായി പൊരുത്തപ്പെട്ടു പോകുവാൻ ചുമ്മാ വെറുതെ വായിക്കുക എന്നുള്ളതല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവവുമായിട്ട് നാം സമയം ചെലവഴിക്കുന്ന ഊഷ്മളത ആസ്വദിക്കാനായിട്ട് അത് അല്ലാതെ വെറുതെ വായിക്കാനായിട്ട് ഇതൊന്നും ആവശ്യമില്ല. നീക്കിക്കളയേണ്ടത് നീക്കിക്കളഞ്ഞില്ലെങ്കിൽ തന്നെയും നമുക്കിത് വായിക്കാനായിട്ട് സാധിക്കും. ഒരു പുസ്തകം, ഒരു കെമിസ്ട്രി ടെക്സ്റ്റോ ഒരു സോഷ്യൽ ടെക്സ്റ്റോ ഒക്കെ വായിക്കണ പോലെ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയല്ല, വളരെ ആസ്വാദ്യകരമായ രീതിയിൽ ദൈവവചനം നമുക്ക് വളരെ പ്രയോജനപ്രദമായി തീരാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ അതിൻ്റെ ആഗ്രഹത്തെ, ആ വാഞ്ചയെ നശിപ്പിക്കുന്ന എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നാം പരിശോധിക്കുന്നത് നല്ലതാണ്. മാത്രമല്ല, ദൈവവചനവുമായി പൊരുത്തപ്പെട്ടു പോകുവാൻ ഏറ്റവും ഒടുവിൽ ഞാൻ എന്നെ തന്നെ തെറ്റിത്തിരുത്തിയത് എന്നും അദ്ദേഹം തൻ്റെ ഒരു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ സെൽഫ് ഇവാലുവേഷന് ഞാൻ വിടുകയാണ്. അടുത്ത ആശയത്തിലേക്ക് പോയി നമുക്ക് എത്രയും വേഗം നിർത്താം. 3ാമത്തെ കാര്യം എന്ന് പറയുന്നത് എങ്ങനെ വളരാനായിട്ട് സാധിക്കും? ഒന്നാമത് നമ്മൾ പറഞ്ഞു, നീക്കിക്കളയേണ്ടത് നീക്കിക്കളയണം. 2ാമത് വാഞ്ചിക്കണം. 3ാമതായിട്ട് അവിടെ ഒരു ക്രിയാപദമല്ല, ക്രിയാപദം തന്നെ, അത് പാസ്റ്റ് ടെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 3ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നുണ്ട്, കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് മറ്റു ഭാഷാന്തരങ്ങളിലൊക്കെ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് NASB ഇവിടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലുള്ളത് ഇഫ് യു ഹാവ് ടേസ്റ്റഡ് എന്നാണ്. ടേസ്റ്റഡ്, അപ്പോൾ രുചിച്ചറിയുന്നതിലൂടെ നമുക്ക് വളരാനായിട്ട് സാധിക്കും. രുചിച്ചറിയുന്നതിലൂടെ വളരാനായിട്ട് സാധിക്കും. എന്താണ് രുചിച്ചറിയേണ്ടത്? അവിടെ തന്നെ പറയുന്നുണ്ട്, കർത്താവ് ദയാലു എന്ന്. അപ്പോൾ കർത്താവിൻ്റെ ഒരു പര്യായ പദം എന്നുള്ള നിലയിൽ നമുക്ക് പറയാം ജീവൻ്റെ വചനത്തെ. ഇവിടുത്തെ ആ കോണ്ടെക്സ്റ്റുമായിട്ട് നമുക്കത് ചേർത്ത് ചിന്തിക്കാമല്ലോ. അപ്പോൾ നമ്മുടെ ജീവൻ്റെ വചനത്തെ, ജീവൻ്റെ അപ്പമായ ഈ കർത്താവ് ദയാലുവാണെന്ന്, കൃപ നിറഞ്ഞവനാണെന്ന് നാം ആസ്വദിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ ഇവരോട് പറയുകയാണ്, ഈ അനുവാചകരോട് പറയുകയാണ്, അവർ കടന്നു പോകുന്ന സാഹചര്യം ഞാനൊരു ക്ലാസ്സിൽ ഓർപ്പിക്കാനിടയായിട്ട് തീർന്നു. ഓരോ അധ്യായങ്ങൾ വായിക്കുമ്പോൾ അവർ കടന്നു പോകുന്നത് അഗ്നിശോധനയിൽ കൂടെയാണ്. നമ്മളൊന്നും അങ്ങനെയുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്നില്ല. എന്നാൽ അങ്ങനെയുള്ള അവസ്ഥയിലൂടെ അവർ കടന്നു പോയപ്പോൾ അവർ അനുഭവിച്ച ഒരു കാര്യം പത്രോസ് അവരെ ഓർമ്മിപ്പിക്കുകയാണ്, കർത്താവ് ദയാലുവെന്ന് അവർ ആസ്വദിച്ചു, ടേസ്റ്റ് ചെയ്തു, രുചിച്ചറിഞ്ഞു എന്നുള്ളതാണ്. രുചിച്ചറിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പോയത് വിലാപങ്ങളുടെ പുസ്തകത്തിലേക്കാണ്. വിലാപങ്ങളുടെ പുസ്തകം 3ാം അധ്യായത്തിൻ്റെ 22-23 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അവൻ ദയാലു എന്ന് പറഞ്ഞപ്പോൾ ആ ഭാഗത്ത് നിന്ന് ചില കാര്യങ്ങൾ ഒന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ഈ വാക്യത്തിൽ നാം വായിക്കുന്നത് അവൻ ദയാലുവാണ്, അവൻ്റെ ദയ പുതിയതാണ് എന്നാണ് നാം ഇവിടെ വായിക്കുന്നത്. പുതിയ ദയ. അപ്പോൾ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിലൂടെ ജീവിതത്തിൻ്റെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ആ കർത്താവ് ദയാലു എന്ന് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. കാരണം എന്താണെന്നറിയാമോ? അവൻ്റെ ദയ ഓരോ ദിവസവും പുതിയതാണ്. അതുകൊണ്ട് ഈ പുതിയ കൃപകൾ, പുതിയ ആ ദയ കർത്താവിൽ നിന്ന് നാം അനുഭവിക്കുമ്പോൾ അവൻ നല്ലവനെന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് ആ ദിവസത്തിൻ്റെ അവസാനം നാം ദൈവമുഖത്തേക്ക് നോക്കി നാം വിശ്രമിക്കാനായിട്ട് പോകുമ്പോൾ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ നിന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. മാത്രമല്ല, 2ാമത്തെ ഒരു കാര്യം അവിടെ ആ ഭാഗത്ത് നാം കാണുന്നുണ്ട്, അത് രാവിലെ തോറും എന്നുള്ളതാണ്. അപ്പോൾ രാവിലെ തോറും എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും അത് നൽകാനായിട്ട് അവൻ വിശ്വസ്തനാണ്. അവൻ്റെ വിശ്വസ്തതയുടെ ഒരു ചിത്രമായിട്ട് ആ പദങ്ങൾ നമുക്ക് എടുക്കാൻ സാധിക്കും. ഇസ്രായേൽ മക്കളുടെ 40
40 ആണ്ടിലുള്ള ആ മരുയാത്രയിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ആ മന്ന അത് അവൻ നൽകിയതിൽ അവൻ്റെ വിശ്വസ്തത നമുക്ക് കാണാനായിട്ട് സാധിക്കും. നാം പാടാറുള്ളത് പോലെ 40 ആണ്ടും മരുവിൽ തൻ ജനത്തെ നന്നായി പോറ്റിയവനാണ് അവൻ. അവൻ്റെ വിശ്വസ്തത അത് നമുക്ക് ഇന്നും ലഭ്യമാണ്. അത് നാം രാവിലെ തോറും അത് അനുഭവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് വിശ്വസ്തതയെ സൂചിപ്പിക്കുന്നുവെന്ന്. അവൻ വിശ്വസ്തനാണെന്നുള്ളത് നാം അനുഭവിച്ചറിയുമ്പോൾ അവൻ ദയാലു എന്നുള്ളത് അല്ലെങ്കിൽ അവനെ രുചിച്ചറിയാനായിട്ട് ഇടയായിട്ട് തീരും എന്നുള്ളതാണ്. മാത്രമല്ല, മൂന്നാമത്തെ കാര്യം തീർന്നു പോകാത്തതിനാൽ എന്നുള്ളൊരു പദം നാം അവിടെ കാണുന്നുണ്ട്. അവൻ്റെ ദയ തീർന്നു ഒരു വിത്തൗട്ട് ലിമിറ്റ് എന്നാണ് ഒരു ഭാഷാന്തരത്തിൽ ഞാൻ വായിച്ചു. വിത്തൗട്ട് ലിമിറ്റ്, അതിന് ലിമിറ്റില്ല എന്നുള്ളതാണ്. നമുക്ക് ഇന്ന് എത്ര മാത്രമാണോ ആവശ്യമുള്ളത് അതിനത് മതിയായതാണ്. അവിടെ നോ സ്റ്റോക്ക് ബോർഡ് ഇല്ല എന്നുള്ളത് നാം ഓർത്തിരിക്കേണ്ടത്. അത് തീർന്നു പോകാത്ത അത് അനുഭവിക്കുന്ന ഒരു ഭക്തനെ അവൻ നല്ലവനെന്ന് രുചിച്ചറിയാനായിട്ട് സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. മാത്രമല്ല, അവിടെ തന്നെ നാം വായിക്കുന്നുണ്ട്, അത് വലിയതാണ്. നമ്മുടെ ആവശ്യം എത്ര വലുതാണോ അത്രയും വലുതാണ്, അതുക്കും വലുതാണ് അവൻ്റെ ദയ എന്നുള്ളത് അവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല, മുടിഞ്ഞു പോകാതിരിക്കുന്നത് എന്നുള്ളത് ആ ഭാഗത്ത് നിന്ന് തന്നെ നാം കാണുന്നുണ്ട്. അത് അവനിൽ സുരക്ഷിതത്വമുണ്ട്. മുടിഞ്ഞു പോകാനായിട്ട് ശത്രുവിൻ്റെ തീയമ്പുകൾ നമ്മുടെ മേൽ എല്ലാ ദിവസവും വരുന്നുണ്ട്. എന്നാൽ അതിൻ്റെ മുൻപിൽ നാം താളടിയായിട്ട് പോകാതെ ഇരിക്കുന്നത് അല്ലെങ്കിൽ നാം ആയിരിക്കുന്നത് അവനിലുള്ള സുരക്ഷിതത്വം, അവൻ്റെ വിശാലമായ ചിറകിൻ്റെ കീഴിലുള്ള സുരക്ഷിതത്വം ഞാനും നിങ്ങളും അനുഭവിക്കുന്നത് കൊണ്ടാണ്. ഇതനുഭവിക്കുന്ന ഒരു ദൈവഭക്തന് അവൻ നല്ലവനെന്ന് രുചിച്ചറിയാനായിട്ട് സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഞാനിന്ന് പറയാനായിട്ട് ആഗ്രഹിച്ച 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് വളർന്ന ജീവിതത്തിൽ നമുക്ക് ഉണ്ടായിരിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഒന്ന്, വളരുന്ന ജീവിതം എന്ന് പറയുന്നത് അനുദിനം നീക്കിക്കളയുന്ന ഒരു ജീവിതമാണ്. വളരുന്ന ജീവിതം സമം വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിക്കുന്ന ഒരു ജീവിതമാണ്. വളരുന്ന ജീവിതം എന്ന് പറയുന്നത് രുചിച്ചറിയുന്ന, കർത്താവ് ദയാലുവെന്ന് ടേസ്റ്റ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതമാണ്. ഇങ്ങനെയുള്ള ഒരു ജീവിതമാണോ നാം ജീവിക്കുന്നത്? ഇങ്ങനെയുള്ള ഒരു ജീവിതമാണ് കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഒരു ക്രിസ്തീയ സമ്മേളനത്തിൽ ഞാനൊരു പുസ്തകത്തിൽ വായിച്ചതാണ്. ക്രിസ്തീയ സമ്മേളനത്തിൽ പല പരിപാടികളൊക്കെ അവതരിപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ അതിൽ ഏറ്റവും മനോഹരമായിട്ട് പരിപാടികളൊക്കെ അവതരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തിയുണ്ട്. അപ്പോൾ ഇപ്പോൾ ക്രിസ്തീയ പരിപാടി ആയതുകൊണ്ട് തന്നെ സങ്കീർത്തനം 23 പാരായണമാണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത്. അങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ അതിലെ ഏറ്റവും പ്രഗത്ഭനായ പ്രധാനപ്പെട്ട വ്യക്തി അത് വായിച്ചു. താൻ വായിച്ചത് വളരെ മനോഹരമായ രീതിയിൽ തന്നെയായിരുന്നു. സദസ്സിനൊക്കെ അത് വളരെ എൻജോയ് ചെയ്യാനിടയായിട്ട് തീർന്നു. നിങ്ങളും ഒരുപക്ഷെ വായിച്ചിട്ടുള്ളതായിരിക്കാം, കേട്ടിട്ടുള്ളതായിരിക്കാം. ആ വായന നിർത്തിയപ്പോൾ അദ്ദേഹം അനുവാചകരോട് ചോദിച്ചു, നിങ്ങൾക്കാർക്കെങ്കിലും 23 ഈ സങ്കീർത്തനം ഇവിടെ വന്നു നിന്ന് ചൊല്ലാനായിട്ട് അവസരമുണ്ട് എന്നത്. സദസ്സ് വളരെ മൗനമായിരുന്നു. ഭൂരിഭാഗം പേരും എഴുന്നേറ്റില്ല. എന്നാൽ വളരെ ദൂരെ നിന്ന് ഒരു വൃദ്ധയായ സ്ത്രീ സ്റ്റേജിലേക്ക് കടന്നു വരികയും തൻ മൈക്ക് പിടിച്ച് വളരെ ഹൃദ്യമായ രീതിയിൽ എഴുത്തുകാരൻ എഴുതിയത് ഉള്ളിൽ തട്ടിക്കൊണ്ടുള്ള ഒരു പാരായണമായിരുന്നു 23 സങ്കീർത്തനം ആ വൃദ്ധയായ സ്ത്രീ നടത്തിയത്. പ്രോഗ്രാം കഴിഞ്ഞു. ആ വായന കഴിഞ്ഞപ്പോൾ തന്നെ സദസ്സ് മറ്റേ പ്രഗത്ഭനായ വ്യക്തി പറഞ്ഞപ്പോൾ കരഘോഷങ്ങളായിരുന്നെങ്കിൽ ഈ വൃദ്ധയായ ഈ മാതാവിൻ്റെ വായന, ഈ പാരായണം കഴിഞ്ഞപ്പോൾ സദസ്സിൽ മുഴുവനും നിശബ്ദതയായിരുന്നു. പത്രപ്രവർത്തകർ ഈ പാരായണത്തിന് ശേഷം ഈ പ്രശസ്തനായ ഈ ചെറുപ്പക്കാരനായ പ്രോഗ്രാം ചെയ്ത 23 സങ്കീർത്തനം പാരായണം ചെയ്യുകയും മറ്റു പല പ്രശസ്തമായ പരിപാടികൾ ചെയ്ത വ്യക്തിയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങളെക്കാൾ നന്നായി ആ മാതാവിന് അത് വായിക്കാനായിട്ട് കഴിഞ്ഞത്?
വളരെ നിസ്സംശയം, വളരെ പെട്ടെന്ന് തന്നെ നിസ്സംശയം അദ്ദേഹം കൊടുത്ത മറുപടി ഇപ്രകാരമാണ്. നിങ്ങളൊക്കെ കേട്ടിട്ടുള്ളതായിരിക്കാം. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: എനിക്ക് 23-ാം സങ്കീർത്തനം അറിയാം, എനിക്ക് 23-ാം സങ്കീർത്തനം അറിയാം. എന്നാൽ ആ വൃദ്ധയായ മാതാവിനെ ആ 23-ാം സങ്കീർത്തനത്തിലെ ഇടയനെ അറിയാം എന്നുള്ളതാണ്. ഇടയനെ അറിയാം എന്നുള്ളതാണ്. ഈ രുചിച്ചറിയുക എന്നുള്ളതിനെ ഞാൻ പറയാനായിട്ട് ഈ കൊണ്ടുവന്നൊരു ഉദാഹരണം ആയിരുന്നു ഇത് എന്നുള്ളത്. അപ്പോൾ ഈ വൃദ്ധയായ മാതാവിനെ ആ ഇടയനെ അറിയുന്നത് കൊണ്ട് ആ കൂരിരുൾ താഴ്വരയിൽ കൂടി എന്നൊക്കെ വായിക്കുമ്പോൾ അല്പമൊക്കെ നിർത്തിയിട്ടാണ് താനത് മൊഴിയാനായിട്ട് ഇടയായിട്ട് തീർന്നത്. ആ ഇടയനെ ശരിക്കും രുചിച്ചറിഞ്ഞ ഒരു വ്യക്തി പറയുന്നതും ഇടയനെ രുചിച്ചറിയാതെ ആ സ്വന്തമായ പ്രാപ്തിയിൽ പറയുന്നതും രണ്ടും രണ്ടാണ് എന്നുള്ളത് നമുക്ക് അനുഭവത്തിൽ നിന്ന് തന്നെ പറയാനായിട്ട് സാധിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. പ്രിയമുള്ളവരെ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ക്രിസ്തു എന്ന തലയോളം വളരണം. എന്താണ് വളർച്ച എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞു. നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുക എന്നുള്ളതാണ്. നമ്മുടെ സ്വഭാവത്തിലും കാഴ്ചപ്പാടിലും മനോഭാവത്തിലും ഓരോ ദിവസവും നാം വളരണം. ഒരു പക്ഷെ അതിലൊക്കെ 100 ഡിഗ്രി പരാജയമാണെങ്കിൽ നാളുകൾ കഴിയും തോറും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നതിനാൽ അതിൽ പുരോഗതി കൈവരിക്കേണ്ടത് ആവശ്യമാണ്. അതിന് നമ്മെ സഹായിക്കുന്ന 3 പ്രമാണങ്ങളാണ് തിരുവെഴുത്ത് ഈ 3 വാക്യങ്ങളിലൂടെ നൽകിയിരിക്കുന്നത്. ഒന്ന്, നീക്കിക്കളയേണ്ടത് നീക്കിക്കളയുക, വാഞ്ചിക്കേണ്ടത് വാഞ്ചിക്കുക, രുചിച്ചറിയുക എന്നുള്ളത്. വരും ദിവസങ്ങളിൽ ഈ രീതിയിൽ ജീവിപ്പാൻ വചനം പറഞ്ഞ എന്നെയും കേട്ട നിങ്ങളെയും ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കുമാറാകട്ടെ.